കേട്ടനെ ചോദിക്കുന്ന അഡോളസൻസ് എന്നുള്ളൊരു മേഖലയാണ് നമ്മൾ പഠിക്കുന്നത്. ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് ആണ് ഈ ഒരു ടൈം. 12 തൊട്ട് 19 വയസ്സ് വരെ ഫിസിക്കലി, സോഷ്യലി, സൈക്കോളജിക്കലി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു പീരീഡിലുള്ളത്. ഈ പീരീഡിനെ നമുക്ക് ടീനേജേഴ്സ് ഏജ് എന്നും വിളിക്കാം. 3 തരത്തിലുള്ള സ്റ്റേജുകളാണ് പ്രധാനമായിട്ടുണ്ടാവുന്നത്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെയാണ് ചേഞ്ചസ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ സ്പീഡി ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു അഡോളസെൻ്റ് പീരീഡിൽ ആണ്. രണ്ടാമത്തേതാണ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. മെൻ്റൽ ഡെവലപ്മെൻറ്റിലാണ് റാപ്പിഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ പെട്ടെന്ന് തന്നെ ബുദ്ധിശക്തി വളരുക. അഡ്വാൻസ്ഡ് റീസണിങ് സ്കില്ല്, പെട്ടെന്ന് എന്തിനോടും ഒരു റീസണിങ് കണ്ടെത്താനുള്ള സ്കില്ല് വർദ്ധിക്കുക. അബ്സ്ട്രാക്റ്റ് തിങ്കിങ് സ്കില്ല്, പ്രത്യേകിച്ച് ഒരു സാധനത്തെ കണ്ടിട്ടില്ലെങ്കിലും വൈഡായിട്ട് ഇമാജിനറി പവറൊക്കെ ഉപയോഗിച്ചിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. മെറ്റാകോഗ്നിഷൻ, അതായത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും എത്രത്തോളം ചിന്തിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതുപോലെ നമ്മളുടെ ലാംഗ്വേജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും ഇമാജിനറി പവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ സമയത്താണ്. അറ്റൻഷൻ പവർ, മെമ്മറി ഒക്കെയാണ് ഈ ഒരു സമയത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി നമ്മൾക്ക് ഉണ്ടാകുന്നത് ഈ ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെൻ്റൽ ഡെവലപ്മെൻറ്റ്. മെൻ്റൽ ഡെവലപ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അടുത്തതാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ അവെയർനെസ് ഉണ്ടാവുക, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് റിസർച്ച് ചെയ്യാനുള്ള ഒരു അന്വേഷണം തുടങ്ങുക, തൻ്റെ റെസ്പോൺസിബിലിറ്റികളെ കണ്ടെത്തുക, പുതിയ എക്സ്പീരിയൻസുകളെ കുറിച്ച് ചിന്തിക്കുക, ശരി ഏതാ തെറ്റേതാന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ പിയർ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് ഈ ഒരു സമയത്താണ്. ഫ്രണ്ട്സുകൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നതും ഈ ഒരു ടൈമിലാണ്. അടുത്തതാണ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇത് ഒരു പീരിയഡ് ഓഫ് സ്ട്രോം ആൻഡ് സ്ട്രെസ് എന്നാണ് അഡോളസൻസിനെ പ്രധാനമായിട്ട് പറയുന്നത്. പെട്ടെന്ന് ശക്തമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുക, അതുപോലെ സെൽഫ് കോൺഷ്യസ്നെസ്, സ്വന്തം ഒരു ബോധം, സ്വയം ബോധം ഉണ്ടാകുന്ന സമയം. അബ്സ്ട്രാക്റ്റ് ഇമോഷൻസ്, സ്നേഹം, ദേഷ്യം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നതും. സെൽഫ് കൺട്രോൾ, കുട്ടികളാകുമ്പോൾ നമ്മൾ അലറിക്കരയുന്നതൊക്കെ ഈ ഒരു അഡോളസെൻ്റ് ടൈമിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ, ദേഷ്യമൊക്കെ സെൽഫ് കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു സമയത്താണ്. അടുത്താണ് മോറൽ ഡെവലപ്മെൻറ്റ്. ഇതിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്നതും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നതും നമുക്കൊരു ഐഡിയലിസ്റ്റിക് ആവുന്നതും, അതുപോലെ നമ്മുടെ മോറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, മറ്റുള്ളവരുടെ മോറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നതും ഈ ഒരു സമയത്താണ്. നമ്മുടെ ഈ ഒരു അഡോളസൻസ് സമയത്ത് പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഇതാണ് എക്സാമിന് പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ നീഡ്സാണ്. സൈക്കോളജിക്കലും സോഷ്യൽ പരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സെക്യൂരിറ്റി. സ്ത്രീകൾക്ക്, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സെക്യൂരിറ്റി ആവശ്യമാണ്, സുരക്ഷിതത്വം. സ്നേഹം ആവശ്യമാണ്, സ്നേഹം കിട്ടിയില്ലെങ്കിൽ പലതും ചെയ്യുന്ന ഒരു പ്രായമാണ്. മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കുന്നതും നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമുള്ള ഒരു സമയമാണ് ഇത്. അതുപോലെ സെൽഫ് എക്സ്പ്രഷൻ, നമുക്ക് തുറന്നു കാണിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതും ഈ ഒരു അഡോളസെൻ്റ് ഏജിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെ ഇല്ലെങ്കിൽ തന്നെയാണ് കുട്ടികൾ അഡോളസെൻ്റ് പീരീഡിൽ സ്ട്രെസ് ആൻഡ് സ്ട്രോമിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട പ്രോബ്ലംസാണ് ഫിസിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഓവർ അല്ലെങ്കിൽ അണ്ടർ ഗ്രോത്ത് ഓഫ് ഹെയർ, അല്ലെങ്കിൽ ഓവർ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് കൊണ്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, അതുപോലെ സ്കിന്നിൻ്റെ കളറിനെ കുറിച്ചുള്ള ബോധം, അതുപോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളും സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം. അതുപോലെ ഒരു റിയലിസ്റ്റിക് അല്ലാത്ത ഐഡിയോളജീസിൽ ഇമാജിനറി ലൈഫിൽ ജീവിക്കുക, ഫ്രണ്ട്സിനെ കുറിച്ചും ഫാമിലിയെക്കുറിച്ചും അങ്ങനൊരു ധാരണ. അതുപോലെ ഡിപ്രഷൻ, അല്ലെങ്കിൽ അട്രാക്ഷൻ ടുവാർഡ്സ് സം പീപ്പിൾസ്, എസ്പെഷ്യലി ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ദേഷ്യം. ഗിൽറ്റി ആൻഡ് ഫിയർ, എന്തെങ്കിലും പെട്ടെന്ന് കുറ്റബോധം തോന്നുക, പേടിക്കുക. മിസ്കൺസെപ്ഷൻ എബൌട്ട് മെയിൽ ഓർ ഫീമെയിൽ, മെയിൽ എന്താണെന്നും ഫീമെയിൽ എന്താണെന്നും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു മിസ്കൺസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു ഏജിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലംസാണ്. അപ്പോൾ ഡിപ്രഷനാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഏജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഹേറ്റഡ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് സെക്സ്, അതും ഈ ഒരു ഏജിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളാണ് സോഷ്യൽ പ്രോബ്ലംസാണ്. പീർ പ്രഷർ,
അതായത് ഒപ്പമുള്ള സഹപാഠികളുടെ കൂട്ടത്തിലുള്ള പ്രഷർ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഏജിലാണ് പ്രത്യേകമായിട്ട് കാണുന്നത്. ഐസൊലേഷൻ, ചില ആളുകൾ പറ്റ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെട്ട് പോവും. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ. അതുപോലെ ഐഡൻറ്റിറ്റി ക്രൈസിസ് വേറൊരു പ്രശ്നമാണ്. എന്താണ് ഞാൻ, ആരാണ് ഞാൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. സെക്ഷൽ അബ്യൂസ്, സെക്സ് പരമായിട്ടുള്ള വഴക്കുകൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്താണ് ഉണ്ടാകുന്നത്. ഫിയർ അബൌട്ട് മാരേജ്, ഹേറ്റഡ് ആൻഡ് ആംഗ്രി ടുവാർഡ്സ് എവരിബഡി അല്ലെങ്കിൽ സംബടി, ചില ആളുകളോടുള്ള ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ്, അതുപോലെ കല്യാണം എന്നുള്ള സിസ്റ്റത്തോടുള്ള ഫിയറൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്. എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിൽ പ്രധാനപ്പെട്ടതാണ് ഫിയർ അബൌട്ട് ലോ സ്കോർ, കുറഞ്ഞ മാർക്ക് കിട്ടുന്നതിനെ കുറിച്ചുള്ള പേടി. ഫ്യൂച്ചർ കരിയർ, തൻ്റെ കരിയർ എന്താവുമെന്നുള്ളൊരു ചിന്ത. മിസ്കൺസെപ്ഷൻ അബൌട്ട് ടീച്ചേഴ്സിനെ കുറിച്ച് തെറ്റായതായിട്ടുള്ള അല്ലെങ്കിൽ ചില ധാരണകൾ. ലോ IQ, അതേപോലെ ചിന്തകൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയും ചിന്തകൾ പല വഴിക്ക് പോകുന്നത് കൊണ്ടും IQ ലെവൽ വളരെ ലോ ആയിരിക്കുന്ന ഒരു സമയമാണ്. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, തീരെ ശ്രദ്ധ ഒരു സംഭവത്തിലേക്ക് ഊന്നാനുള്ള പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസാണ് നമുക്ക് കേട്ടറ്റിനും മറ്റുള്ള എക്സാമിനും ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമുക്ക് ഈ അഡോളസൻസ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, അഡോളസൻ്റ് ആളുകളെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിഡർ ദെയർ ഓൾ ടൈപ്പ് ഡെവലപ്മെൻറ്റ്. ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി ഉള്ള അവരുടെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക. അതുപോലെ മേക്ക് ഡിസ്കഷൻ അബൌട്ട് ഓൾ ഫീൽഡ്, എല്ലാ ഫീൽഡിലും എല്ലാ മേഖലകളിലും ഉള്ള ഒരു തുറന്ന സംസാരം നമ്മൾ നടത്തണം. അങ്ങനെ ഒളിച്ചു വെക്കേണ്ടത് എന്നുള്ളൊരു ഘട്ടം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എൻകറേജ് ടു ഷെയർ ഐഡിയാസ് ആൻഡ് തോട്ട്, അവരെന്ത് ഐഡിയകളും അവരുടെ ചിന്തകളും നമ്മളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അസിസ്റ്റ് ദം ടു സെറ്റ് എ ഗോൾ, ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. സ്റ്റിമുലേറ്റ് പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്ങും അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. സെക്സ് എഡ്യൂക്കേഷൻ, കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല തെറ്റുകളിലും വീഴാൻ സാധ്യതയുള്ള ഒരു മേഖലയാണത്. അതുകൊണ്ട് പ്രൊവൈഡ് സെക്സ് എഡ്യൂക്കേഷൻ. ഓർഗനൈസ് കരിക്കുലർ ആക്ടിവിറ്റീസ്, പുസ്തകത്തിൻ്റെയും ബെഞ്ചിൻ്റെയും ഇടയിൽ മാത്രം നിൽക്കാതെ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടി അവരെ ഉൾപ്പെടുത്തി മൈൻഡ് ഫ്രീ ആക്കി ഡെവലപ്മെൻറ്റ് നടത്തുക. അതുപോലെ ഡെവലപ്പ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉണ്ടാകുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൺസിഡർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, നമ്മൾ പറഞ്ഞ കോംപ്ലക്സുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഉൾവലിയൽ നേച്ചർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കാര്യം ഏത് ടീച്ചറും മനസ്സിലാക്കേണ്ടതാണ്, ഓരോ വ്യക്തിയും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുകയും ആ വ്യത്യസ്തത നമ്മൾ കൃത്യമായിട്ട് അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യണം. ഇത്രയാണ് അഡോളസൻസിനെ കുറിച്ച് നമുക്ക് കേട്ടിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും നമ്മൾ മുഴുവനായിട്ട് ക്ലാസ്സിലെടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരും ക്ലാസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.